സർ. അരവിന്ദ്, ഐ ഹാവ് സെൻഡ് യു സം കണ്ടന്റ് ത്രൂ യുവർ വാട്സ്ആപ്പ്. അത് പെട്ടെന്ന് ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് സ്ക്രോൾ ചെയ്യണം. പോടെ സർ. ശരി. ഫൈൻ ആർട്സ് കോളേജിൽ ആത്മഹത്യ ചെയ്ത വിവേക് വിശ്വനാഥിന്റെ മൃതദേഹം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ സംസ്കരിച്ചു. വിവേകിന്റെ മരണത്തിൽ മുഖ്യമന്ത്രി അനുശോചനം രേഖപ്പെടുത്തി. സാമ്പത്തിക പ്രശ്നങ്ങളാണ് ആത്മഹത്യക്ക് കാരണം എന്നാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ. ഫൈൻ ആർട്സ് കോളേജിലെ 2ാം വർഷ ബിരുദ സാമ്പത്തികം കുഴപ്പമൊന്നുമില്ല. ഫൈൻ ആർട്സ് കോളേജിലെ എക്സിബിഷൻ ഹാളിൽ എനിക്ക് തോന്നുന്ന ആ പയ്യൻ മരിച്ചത് അന്നത്തെ സംഭവമായിട്ട് ബന്ധപ്പെട്ട എന്തോ ആണ്. എന്തെന്നാണ്? പിന്നെ മരിച്ചത് എന്റെ കുഞ്ഞമ്മയുടെ മോനല്ലേ? പോകാൻ പറയടാ. ഉള്ളത് പറഞ്ഞ ആ സീരിയൽ നടിയായാൽ പോലും ഇത്ര ത്രില്ലുണ്ടാവില്ലായിരുന്നു. തന്നെ ഇതൊരുമാതിരി 4 സിംഹത്തിന്റെ ഇടയിൽപ്പെട്ട മാൻകുട്ടിയെ പോലെ. എൻ്റെ അഭിപ്രായത്തിൽ ഇവിടുത്തെ സിസ്റ്റം ശരിയല്ല. സിസ്റ്റം ശരിയായിരുന്നെങ്കിൽ ഈ ഏരിയയിലെ ടൂറിസം പുഷ്ടിപ്പെടൂലായിരുന്നോ? അങ്ങനെയെങ്കിൽ ഇതുപോലുള്ള മാൻപേടുകൾ എത്രയെണ്ണം ഇവിടെ റൂം എടുത്തേനെ. വാനം തൂവിയ നിറം കൊണ്ടെഴുതിയ കവിത നീ, ഏഴഴകിൻ വില്ലാൽ കുലച്ചോരുന്നം നീ, ഈ പ്രേമഭിക്ഷുവിൻ പാനപാത്രം നിറച്ചോരന്നം നീ, നീ ഞാനാകുന്നു, ഞാൻ നീ.
മരണം ഒന്നിൻ്റെയും അവസാനമല്ല, ആരംഭമാണ്. എൻ്റെ മരണം നിന്നോട് സംസാരിക്കുന്നത് തോറ്റവൻ്റെ ഭാഷയിലല്ല. അണ്ണാ, നിങ്ങൾക്ക് ഈ സ്പിരിറ്റിനെ കുറിച്ച് എന്താ അഭിപ്രായം? എനിക്കത്ര നല്ല അഭിപ്രായമില്ല. ആണോ? പക്ഷേ അതിൽ നിന്നുണ്ടാക്കുന്ന മദ്യം ഉണ്ടല്ലോ, അത് സൂപ്പറാണ്. ശേ, ആത്മാവ്. ഞാൻ ആ സ്പിരിറ്റിനെ കുറിച്ചാണ് ഉദ്ദേശിച്ചത്. ആത്മാവിൽ എനിക്ക് വലിയ വിശ്വാസമാണ്. അരവിന്ദ, ഈ ജ്യോതിഷത്തിന്റെ പിതാവായ വരാഹമിഹിരനുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ആത്മാവാണ് ഞാനെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. സംശയം വന്നപ്പോൾ ഞാൻ കവടി നിരത്തി നോക്കി, പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. വരാഹമിഹിരന്റെ ആത്മാവ് തന്നെയാണ് ഞാൻ. ചുമ്മാതല്ല കമല് നിങ്ങളെ കിഴങ്ങാന്ന് വിളിക്കണത്. കിഴങ്ങൻ അവന്റെ തന്ത. ഞാൻ തന്തയ്ക്ക് വിളിച്ചാരി അവൻ അറിയണ്ട. ഞാൻ പറയും. ഓ, രാവിലെ എന്നെ പറ്റിയോ? എന്താ അത്? പെരുവഴി അമ്പലം, റൂം നമ്പർ 212, നവംബർ 18, വെള്ളിയാഴ്ച. വക്കീലിനെ കാര്യം പിടികിട്ടിയോ? ആ പെണ്ണും ചെറുക്കനും ഇവിടെ വന്നെടുത്ത റൂമിന്റെ നമ്പറാണ് 212. ഇതിലെ തീയതി അവരോട് വന്ന ദിവസം. ഈ റിസോർട്ടിന്റെ പേരെന്താ? ഹോസ്പിസ് എന്ന് വെച്ച പെരുവഴി അമ്പലം. ആ സംഭവം നമ്മളെ കൂടാതെ വേറെ ആർക്കും അറിയാവുന്നേ? ആ ചെറുക്കനാണെങ്കിൽ ചത്തും പോയി. പിന്നുള്ളത് ആ പെങ്കൊച്ച. അവക്കതിനുള്ള ധൈര്യമൊന്നും ഇല്ലെണ്ണ. അതുമല്ല, നമ്മൾ ആ റൂമിൽ കയറി ആരും കണ്ടിട്ടുമില്ല, അതുറപ്പാ. ഇനി ആ ചെറുക്കന്റെ പ്രേതം വല്ലതും ആണോ? ഒന്ന് ചുമ്മാ ഇരണ. എന്നാ പിന്നെ ആരായിരിക്കുന്നേ? ഞാനേ ഒന്ന് താഴെ വരെ പോവാണേ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. എന്താ സാർ, എന്തേലും വേണോ? വന്നടാ. അന്ന് രാത്രി നീ കാറ് കൊണ്ടുപോയിട്ട് എപ്പോഴാ തിരിച്ചു വന്നേ? കാറോ? ഓ, അന്ന് അത് ഞാൻ വെളുപ്പിനെ വന്നല്ലോ. സാറ് നല്ല ഫിറ്റായിരുന്നു, അതാ ഓർമ്മയില്ലാത്തത്. ഇതാരാ എഴുതിയേ? ഇത് ഞാൻ എഴുതിയതല്ല. ഞാനല്ല, ഞാനല്ലെന്നേ. അവനൊന്നും അല്ല. നമ്മുടെ പിന്നിൽ വേറെ ആരുണ്ട്. നിങ്ങൾ വെറുതെ